ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. സാഖ്യയോഗം ഭഗവത്ഗീത ചാപ്റ്റർ 2 33 വരെ ശ്ലോകങ്ങൾ നമ്മൾ നോക്കി. ഇനി 34, 35 നോക്കാം. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ധ്യാനം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവത്സിതവദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുത്സുരഗണായ ദേവായ തസ്മൈ നമഃ. അപ്പോൾ 34, 35 ശ്ലോകങ്ങൾ വായിക്കാം. നമോ ഭഗവതേ വാസുദേവായ. ചാപ്റ്റർ 2 സാഖ്യയോഗം 34, 35 ശ്ലോകങ്ങൾ. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ചാകീർത്തിർമരണാദ് അതിരിച്യതേ. ഭയാദ് രണാദ് ഉപരതം നംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. ഒരിക്കൽ വായിക്കാം. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയം സംഭാവിതസ്യ ചാകീർത്തിർമരണാദ് അതിരിച്യതേ. ഭയാദ് രണാദ് ഉപരതം നംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. അപ്പോൾ ആദ്യത്തെ 34-ാമത്തെ ശ്ലോകം എന്താ പറയണം നോക്കാം. അപ്പോൾ പറയുന്നു, അകീർത്തി കഥയിഷ്യന്തി, അതായത് നിനക്ക് നിന്നെക്കുറിച്ച് അകീർത്തി നിനക്ക് ഉണ്ടാക്കും. എന്താണ്? ഭൂതാനി തേ അവ്യയാം, ഈ ജനങ്ങൾ, ഭൂതാനി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നിന്നെപ്പറ്റി എപ്പോഴും അഭിച എന്ന് വെച്ചാൽ മാത്രമല്ല, സംഭാവിതസ്യ അകീർത്തി, ബഹുമാനിതന് അകീർത്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ എത്ര ഇലക്ഷനൊക്കെ കഴിഞ്ഞു, എത്ര നല്ല ആളുകളാണെങ്കിലും അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയും. അത് അവരുടെ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും. അതൊക്കെ ഒരു ഇലക്ഷൻ സ്പിരിറ്റാണ്. അത് കാരണം ഇവർക്ക് കുറച്ച് വോട്ട് കിട്ടാൻ വേണ്ടി അവർ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ കുറിച്ച് പറയും. അപ്പോൾ അതാണ് എന്താ പറയുക, അകീർത്തിയും ജനങ്ങൾ നിന്നെപ്പറ്റി ദുഷ്കീർത്തി പറഞ്ഞു പരത്തും അർജുന. എപ്പോഴാണത് പറഞ്ഞു പരത്തും അർജുന എന്ന് പറയുന്നത്? നീ ശരിക്കും യുദ്ധത്തിന് തയ്യാറായില്ലെങ്കിൽ, കാരണം നീ ക്ഷത്രിയനാണ്, നിൻ്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞു. അപ്പോൾ ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ട് നീ എനിക്ക് വയ്യ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ നിന്നെക്കുറിച്ച് ദുഷ്കീർത്തി പറഞ്ഞു പരത്തും അർജുന. ജനങ്ങൾ നിന്നെ അങ്ങനെ പറയും. അതാണ് അകീർത്തിം കഥയിഷ്യന്തി എന്ന് പറയുന്നത്. ഒരു കഥ തന്നെയാണ്. ജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കഥയായിട്ട് തന്നെയാണ് പറഞ്ഞു നടക്കുക. അപ്പോൾ പറയുന്നു, മരണാത് അതിരിച്ഛതേത, മരണത്തേക്കാൾ കവിഞ്ഞതാണല്ലോ അത്. അപ്പോൾ പറയുന്നു, ഒരു നേതാവിൻ്റെ മരണ ഭയത്തേക്കാൾ മോശമാണ് അപകീർത്തി എന്നാണ് പറയുന്നത്. കൃഷ്ണൻ പറയുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു, നീ യുദ്ധം ചെയ്യണം, ഇല്ലെങ്കിൽ നിനക്ക് ദുഷ്കീർത്തി ഉണ്ടാവും, ജനങ്ങൾ നിന്നെ അപമാനിക്കും, ബഹുമാനിതന് ഇത് ചേർന്നതല്ല അർജുന എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു ഭഗവാൻ. പിന്നെ പറയുന്ന അടുത്ത ശ്ലോകം, ഭയാദ്രണാദ് ഉപരതം നംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യസി ലാഘവം. പറയുന്നത്, ത്വാം ഭയാദ്, നീ ഭയം കൊണ്ടാണ്, രണാദ് ഉപരതം എന്ന് പറഞ്ഞാൽ പിന്മാറുക, രണാദ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നിന്ന്, മഹാരഥ മംസ്യന്തേ, അപ്പം മഹാരഥന്മാരെന്ത് വിചാരിക്കും? മംസ്യന്തേ വിചാരിക്കും, യേഷാം ത്വം ബഹുമത ഭൂത്വ, ആർക്ക്? യേഷാം ആർക്കാണോ, ത്വാം ത്വം നീ, ആർക്കാണോ നീ, ബഹുമത ഭൂത്വ, ബഹുമതൻ